Welcome to Classical Mechanics class. This is class number CM34, Virial Theorem. Class number CM34, Virial Theorem in Classical Mechanics, Classical Physics, and this is for MSc Physics class. Virial Theorem. So we can see what is Virial Theorem, its definition or its statement we can see first. The definition of Virial theorem or a statement of Virial theorem we see first. What is Virial theorem? Introduction and definition. Virial theorem is a general equation in mechanics that relates the time average of total kinetic energy T of a stable system of discrete particles to the time average of the total potential energy V of the system. The Virial theorem is a general equation in mechanics that relates the time average of total kinetic energy T of a stable system of discrete particles to the time average of the total potential energy V of the system. അപ്പോൾ ഇത് ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഒരു പ്രധാനപ്പെട്ട ഒരു തിയറമാണ്. ഇത് ഈ കൈനറ്റിക് എനർജിയുടെ ആവറേജും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിയുടെ ആവറേജും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇക്വേഷനാണ്, ഒരു തിയറമാണ്. കൈനറ്റിക് എനർജിയുടെ ആവറേജ്, ടൈം ആവറേജ്, പിന്നെ പൊട്ടൻഷ്യൽ എനർജിയുടെ ടൈം ആവറേജും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു തിയറമാണ് വിരിയൽ തിയറം. അപ്പോൾ അതിനൊരു സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം നമുക്ക്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ കൊടുക്കുകയാണ്. ദ വിരിയൽ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ എ ബൗണ്ട് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, അതായത് ഒരുമിച്ചുള്ള കുറേ പാർട്ടിക്കിൾസ്, ഒരു റീജിയനുള്ള പാർട്ടിക്കിൾസ്. ദ വിരിയൽ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ എ ബൗണ്ട് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ദ ടൈം ആവറേജ് കൈനറ്റിക് എനർജി, ടൈം ഇൻറ്റഗ്രൽ, ടൈം ആവറേജ്, ദ ടൈം ആവറേജ് കൈനറ്റിക് എനർജി ടി ആവറേജ്. അത് ടി ആവറേജ്, അത് ഒരു ഡിസ്റ്റോർഡ് ബ്രാക്കറ്റ് എന്താ കൊടുക്കുന്നത് നമ്മൾ ആ കാണുന്ന പോലെ. ടി ആവറേജ് ആൻഡ് ദ ടൈം ആവറേജ് വിരിയൽ ഈസ് എ മെഷർ പൊട്ടൻഷ്യൽ എനർജി. ടൈം ആവറേജ് വിരിയൽ അത് പൊട്ടൻഷ്യൽ എനർജി ഉള്ളത്, പൊട്ടൻഷ്യൽ ആവറേജ് ആർ റിലേറ്റഡ് ബൈ 2t ഈസ് ഈക്വൽ ടു -v. 2t ഈസ് ഈക്വൽ ടു -v. 2t, twice of the average kinetic energy is equal to negative average of potential energy. That is a Virial theorem. അതായത് കൈനറ്റിക് എനർജി നമ്മൾ ടി എന്ന് പറയും. ആവറേജ് ആണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒരു ഡിസ്റ്റോർട്ട് ബ്രാക്കറ്റ് കൊടുക്കും. പൊട്ടൻഷ്യൽ എനർജിക്കും നമ്മൾ വി എഴുതിയിട്ട് രണ്ട് സൈഡിലും ഡിസ്റ്റോർട്ടഡ് ബ്രാക്കറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ടോയ്സ് ദി കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ദി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നതാണ് വിരിയൽ തിയറം. വളരെ സിമ്പിളാണ് ഓർത്തിരിക്കാനായിട്ട്. ഈ ടേം വിരിയൽ ആരാണ് ആദ്യമായിട്ട് പറഞ്ഞത്? ദ ടേം വിരിയൽ വാസ് കോയിൻഡ് ബൈ റുഡോൾഫ് ക്ലോഷ്യസ് ഇൻ 1870. 1870 ക്ലോഷ്യസ് ആണ് ഈ ടേം സൃഷ്ടിച്ചത്, പറഞ്ഞത്. ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ് വിസ് മീൻസ് ഫോഴ്സ് ഓർ എനർജി. വിസ് മീൻസ് ഫോഴ്സ് ഓർ എനർജി. അപ്പോൾ ഈ എനർജി അല്ലെങ്കിൽ ഫോഴ്സിനെ സംബന്ധിക്കുന്ന ഒരു തിയറമാണ് ഇത്. റുഡോൾഫ് ക്ലോഷ്യസ് 1870 ഈ ടേം പറഞ്ഞത്. ഇനി അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ കൊടുക്കുകയാണ്. ഈ വിരിയൽ തിയറം എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുക, അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ എന്താണ് എന്ന് പറയുകയാണ്. ദ മോസ്റ്റ് കോമൺ ഫോം ഓഫ് ദി വിരിയൽ തിയറം ഫോർ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, വി ഹവ് സീൻ ഇറ്റ് ഇൻട്രാക്റ്റിംഗ് വിയ power law forces, where potential energy V proportional to R is to N is. ഇപ്പോൾ പൊട്ടൻഷ്യൽ എനർജി സാധാരണ ഡിസ്റ്റൻസിൻ്റെ മെഷർമെൻറ്റാണ്. ഇപ്പോൾ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി ½ ഡിസ്റ്റൻസിൻ്റെ ഒരു മെഷർമെൻറ്റാണ്. അല്ലെങ്കിൽ ഫോഴ്സ് ഈ ആറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി പ്രൊപ്പോർഷണൽ ടു R is to N ആൻഡ് 2t is NV. വിയുടെ മുകളിൽ ഒരു വരയുണ്ട്, അത് ആവറേജ് ഒന്ന് വായിക്കാൻ വേണ്ടിയാണ്. ബ്രാക്കറ്റ് ഇടാം, അല്ലെങ്കിൽ ആവറേജ് വാല്യൂ ഇങ്ങനെ കാണിക്കാം. വേർ ടി ഈസ് ദി ആവറേജ് ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് സിസ്റ്റം. ടി ബാർ ടിൽഡ് സൈൻ കൊടുക്കുക, മുകളിൽ ഒന്ന് വളച്ചിട്ടാലും മതി, അല്ലെങ്കിൽ ബാർട്ടാൽ മതി. വെക്ടർ എന്നുള്ള അർത്ഥമല്ല, ആവറേജ് എന്നുള്ള അർത്ഥമാണ്. ടി ബാർ ഈസ് ദി ടൈം ആവറേജിൽ ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദി സിസ്റ്റം. വി ഈസ് ദി ടൈം ആവറേജിൽ total potential energy of the system, and N is the exponent in the power law of potential. അപ്പോൾ പൊട്ടൻഷ്യൽ ആറിൻ്റെ ഒരു സം പവർ n ആണെങ്കിൽ V പ്രൊപ്പോർഷണൽ ടു R is to N ആണ്. അതുകൊണ്ട് ഇവിടെ N is the exponent
of the power law potential. എൻ്റെ വാല്യൂ -1 2 ഒക്കെ വരാം, സ്പെഷ്യൽ കേസ്. ഗ്രാവിറ്റേഷണൽ സിസ്റ്റംസ് ആൻഡ് കൂളം ഇൻട്രാക്ഷൻ. ഈ പ്ലാനറ്റുകൾ തമ്മിലുള്ള ഫോഴ്സിനെ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നും അറ്റോമിക് പാർട്ടിക്കിൾ തമ്മിലുള്ള ബലത്തെ നമ്മൾ കൂളം ഇൻട്രാക്ഷൻ, കൂളം ഫോഴ്സ് എന്നും പറയും. അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഗ്രാവിറ്റേഷണൽ സിസ്റ്റംസ് ഓർ കൂളം ഇൻട്രാക്ഷൻ. For gravitational interaction and electrostatic interactions, the potential energy is inversely proportional to the distance. V proportion 1/r ആണ് പൊട്ടൻഷ്യൽ എനർജി. ആ GM/r എന്ന് പറയും പൊട്ടൻഷ്യൽ എനർജി ഓർ പൊട്ടൻഷ്യൽ GM/r. പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ GM/r എന്ന് പറയും, ക്യാപിറ്റൽ സ്മോൾ. So here for gravitational attraction and electrostatic interactions, the potential energy is inversely proportional to the distance V proportional 1/r. So n is equal to -1. V proportional r/n എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ സ്ഥാനത്ത് -1 ഇട്ടാൽ V proportional to 1/r എന്ന് വരും. In this case, the Wilhelm theorem states 2t is equal to -v. ഇതാണ് Wilhelm theorem. 2t is -v. ആവറേജ് ആയിട്ട് പറയണം. 2t average t bar is equal to -v bar. അതിൽ തന്നെ അപ്പോൾ അതിൽ നമുക്ക് 2t t bar is equal to -half v bar. This implies that for a bound system under inverse correlation force, the average kinetic energy is half the magnitude of the average potential energy and has the opposite sign. The total energy is t plus v. അതായത് ഈ പൊട്ടൻഷ്യൽ എനർജി എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, കൈനറ്റിക് എനർജി പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടുകൂടി കൂട്ടുന്ന t plus v, അതാണ് ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി കൈനറ്റിക് എനർജിക്ക് തുല്യമായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ടോട്ടൽ എനർജി കൈനറ്റിക് എനർജിക്ക് തുല്യമായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. കൈനറ്റിക് എനർജി എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കും. K is always positive, total energy is negative and potential energy is negative. E is equal to t bar plus v bar, that is -half v plus v bar plus v bar, that is half v. Total energy is equal to half v. Since v is negative, v bar is negative, E is also negative. E is equal to, in the place of v, we can write 2t bar. Therefore, E is equal to t bar minus 2t bar is equal to minus t bar. ഓർക്കുക, the kinetic energy is always taken as positive, the potential energy is negative, and total energy is negative. And total energy is equal to negative of kinetic energy. This shows that the total energy is negative and equal to the negative of the average kinetic energy. അത് നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ എങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യുന്നത് നോക്കാം. അതിനാണ് വിരിയൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ദ ഡെറിവേഷൻ ടിപ്പിക്കലി സ്റ്റാർട്ട്സ് ബൈ കൺസിഡറിങ് ദി ടൈം ഡെറിവേറ്റീവ് ഓഫ് എ ക്വാണ്ടിറ്റി കോൾഡ് ദ വിരിയൽ. വിരിയലിൻ്റെ ഒരു ടൈം ഡെറിവേറ്റീവ് വെച്ചിട്ടാണ് നമ്മൾ ഈ തിയറം പ്രൂവ് ചെയ്യുക. ദി ഡെറിവേഷൻ ടിപ്പിക്കലി സ്റ്റാർട്ട്സ് ബൈ കൺസിഡറിങ് ദ ടൈം ഡെറിവേറ്റീവ് ഓഫ് ദി ക്വാണ്ടിറ്റി called the virial, denoted as G is equal to, virial symbol is G is equal to sigma I Fi dot Ri. This virial is Pi dot Ri, sigma. The virial is sigma I Pi dot Ri. Pi and Ri are vectors, where Pi is the momentum of the particle and Ri is the position vector. So define the virial. Virial is equal to G is sigma n is equal to 1 to n Pi dot Ri, that is sigma I is equal to 1 to n. Pi is momentum, MIVI dot Ri. Vi and Ri are vectors. Take the time derivative of G. G'യുടെ virialന്റെ time derivative എടുക്കുക. dg by dt sigma I is into 1 inside bracket dpi by dt dot Ri plus pi dot dri by dt. The product formula in calculus we apply. We know dp by dt is f or fi. dpi by dt is fi, Newton's second law. And dr
dri by dt, താഴെ dt ഉണ്ട് കേട്ടോ, dt നോക്കണം, ദാറ്റ് ഈസ് vi. So the above equation becomes dg by dt is sigma I is equal to 1 to n fi dot ri plus mi vi dot vi. Vi dot vi, since dr by dt is vi. And that is dg by dt is sigma I is equal to 1 to n fi dot ri plus 2t. കാരണം mi vi dot vi എം വി സ്ക്വയർ ആണ്. എം വി സ്ക്വയർ എന്ന് വെച്ചാൽ ഹാഫ് എം വി സ്ക്വയറിൻ്റെ ടോയ്സ് ആണ്. ഹാഫ് എം വി സ്ക്വയർ ഇസ് ടി, therefore mi vi dot vi is mi vi square, which is twice the kinetic energy, where t is half of sigma mi vi square is the total kinetic energy. Now we can find the time average. Now take the time average of both sides over a long period. ഒരു ലോങ് പീരീഡ് ടോയ്ക്ക് ടൈം ആവറേജ് എടുക്കുക. ദാറ്റ് ഈസ് ആവറേജ് or expectation, average of dou g by dou t is equal to limit r tends to infinity 1 by t integral 1 by tau integral 0 to tau dg by dt into dt, that we integrate, we get limit r tends to 0 g tau minus g0 by tau. For a stable bound system, the particles positions and velocities remain finite. Infinite ആണെങ്കിൽ സമയത്ത് നോക്കാം. Therefore, g tau is bounded between finite values. As tau tends to infinity, the term g tau minus gi by tau becomes 0. tau നമുക്കറിയാലോ, ഒരു സംഖ്യ ഡിനോമിനേറ്റർ 0 വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻഫിനിറ്റി വരികയാണെങ്കിൽ ആ വാല്യൂ 0 ആയിട്ട് മാറും. അപ്രോച്ച് 0. So average of dg by dt is 0. The meaning is apply this to the above equation. 0 dg by dt is 0. 0 is equal to average sigma I is 1 to n fi dot ri plus 2t. The term sigma I is 1 to n fi dot ri is known as the virial of forces. ഇതിനെ വിരിയൽ ഓഫ് ഫോഴ്സ് എന്ന് പറയും. നമ്മൾ നേരത്തെ മൊമെൻറ്റത്തിൻ്റെ വിരിയൽ കണ്ടതാണ്. ഇത് വിരിയൽ ഓഫ് ഫോഴ്സസ് എന്ന് പറയും. ഫോഴ്സസ് ഫോർ കൺസർവേറ്റീവ് ഫോഴ്സസ് അറൈസിങ് ഫ്രം എ പൊട്ടൻഷ്യൽ എനർജി വി, ദാറ്റ് ഈസ് homogeneous function of degree n in the coordinates, that is v ar1 or alpha r1 plus etc. or ar1, you can simply write ar1 plus etc. arn is equal to a raised to n b of r1 etc. rn. Euler homogeneous function theorem states, then Euler homogeneous function states sigma n is equal to 1 to n fi dot ri is equal to sigma I is equal to 1 to n minus delta I v dot ri, that is equal to minus nv. That is a relation. That is Euler theorem, Euler function theorem that we apply. So we get it is minus nv. So we put this value in the above equation, we get 0. That is dg by dt. 0 is equal to minus nv plus 2t. That is 2t is equal to nv. 2t is nv. We are coming to the virial theorem. It is equal to n is equal to minus 1 for gravitational forces. Therefore 2t is equal to minus v. That is virial theorem. Significance and applications. ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്? The virial theorem is incredibly powerful because it provides a direct relationship between kinetic energy and potential energies without needing to solve the full equations of motion. അപ്പോൾ equations of motion കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യാതെ ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൻ്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കണ്ടുപിടിക്കാൻ
ഇത് സഹായിക്കും, വിരിയൽ തിയറം സഹായിക്കും. It is particularly useful for computer systems where exact solutions are difficult or impossible. എക്സാക്റ്റ് സൊല്യൂഷൻസ് ഡിഫിക്കൽട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ, സാധ്യമല്ലാത്ത സ്ഥലങ്ങളിൽ ഈ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വിരിയൽ തിയറം അപ്ലൈ ചെയ്യാവുന്നതാണ്. These are the important questions. State and prove virial theorem. Apply virial theorem in gravitational force. Give the significance of virial theorem. So virial theorem, the statement we have seen, and this is the end step 2t is NV. N is equal to -1 for gravitational interactions. So 2t is equal to -v, or 2t plus v is equal to 0. 2t plus v is equal to 0. That is the virial theorem. That is all with your 34th lecture. We continue our class. Thank you very much.